ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെന്നിയച്ചൻ. ഇംഗ്ലീഷ് ഭാഷ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ക്ലാസ്സുകളിൽ നൽകുന്നത്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഒന്ന്, നമ്മൾ കാണും നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്. അത് കണ്ടതിന് ശേഷം നമ്മളത് ആവർത്തിക്കും, നമ്മൾ കേട്ട് പഠിക്കും. അതാണ് രണ്ടാമത്തേത്. നമ്മൾ മലയാളമൊക്കെ പഠിച്ചത് കേട്ടാണ്, അതുപോലെ നമ്മൾ ഇംഗ്ലീഷും കേട്ട് പഠിക്കും. നമുക്ക് അധികം ഗ്രാമറൊന്നും നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. അടിസ്ഥാനമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണും. പിന്നെ നമ്മൾ ആവർത്തിച്ച് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സ്വന്തമാക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത് എന്താണ്? നമ്മള് ഷുഡിന്റെ ഉപയോഗം അല്ലെ. നമ്മൾ മലയാളത്തില് വരണം, പോകണം എന്നൊക്കെ നന്ന് കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷുകാര് ഷുഡ് എന്ന വാക്ക് വെച്ചിട്ട് അതിന്റെ കൂടെ വെർബ് അല്ലെ, പോകണം എന്ന് വെച്ചാല് ഗോ, ആ ഗോ വെച്ചാല് ഷുഡ് ഗോ എന്ന് പറയുമ്പോൾ പോകണം. ഇത് നമ്മൾ കണ്ടതാണ്. 3 തരം വാചകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഒന്ന്, നമ്മൾ റൈറ്റ് എന്നുള്ള വെർബാണ്, ക്രിയയാണ് എടുക്കുന്നത് സാമ്പിളായിട്ട്. ഐ ഷുഡ് റൈറ്റ്, ഞാൻ എഴുതണം. അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട് ഷുഡ് മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കും. വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. അങ്ങനെയാണ് ഇംഗ്ലീഷുകാർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ. പിന്നെ മൂന്നാമത്തെ വാചകം നമ്മൾ കണ്ടു, ഐ ഷുഡ് നോട്ട് റൈറ്റ്, ഞാൻ എഴുതരുത്. അപ്പൊ നോട്ട് ഇവിടെ കൊണ്ടുവയ്ക്കും അല്ലേ. ഇനി ഇന്ന് ലാസ്റ്റ് നാലാമത്തെ 4 വാചകങ്ങളാണുള്ളത്. നാലാമത്തെ എന്താണ്? ഞാൻ എഴുതണ്ടേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എഴുതണ്ടേ. ഇനി നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഇങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എഴുതരുതോ, അങ്ങനെ എനിക്ക് തോന്നുന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെന്ന് എന്റെ ധാരണ. ഏതായാലും ഞങ്ങൾ എറണാകുളത്തൊക്കെ ഇങ്ങനെ, ഞാൻ എഴുതണ്ടേ, ഞാൻ ഇന്ന് പോകണ്ടേ, ഷുഡിന്റ് ഐ ഗോ ടുഡേ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ എഴുതണ്ടേ, ഞാൻ എഴുതണോ എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ്, ഷുഡ് ഐ റൈറ്റ്. ഞാൻ എഴുതണ്ടേ എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവിന്റെ ചോദ്യമാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഷുഡ് നോട്ട് അവര് ഇംഗ്ലീഷുകാർ ചെറുതാക്കി പറയും, ചുരുക്കി പറയും. അതെങ്ങനെയാണ്? ഷുഡിന്റെ എന്ന് പറയും, SHOULDN അപ്പോസ്ട്രഫി എന്നൊക്കെയാണ് പറയുന്നത്. പേരൊന്നും പഠിച്ചില്ല, കുഴപ്പമില്ല. ഷുഡിന്റെ എന്ന് പറയും. ഷുഡ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്, അത് ചെറിയ രൂപമാണ് ഷുഡിന്റെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ തന്നെ, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഇത് മൊത്തം കൊണ്ടുവന്ന് മുമ്പിലിടും, ഷുഡിന്റെ. അപ്പൊ അത് ഇവിടെ കൊണ്ടുവന്നിട്ടാ മതി. ഷുഡിന്റെ SHOULDN നമ്മള് അപ്പോസ്ട്രോഫിയുടെ ഷുഡിന്റെ ഐ റൈറ്റ് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഓക്കെ, ഇതാണ് നാലാമത്തെ വാചകം. 4 വാചകങ്ങളാണുള്ളത്. ഇതോടെ ഷുഡ് കഴിഞ്ഞു. അപ്പൊ ഷുഡിന്റ് ഐ റൈറ്റ്, ഞാൻ എഴുതണ്ടേ. ഷുഡിന്റ് ഐ റൈറ്റ്, ഷുഡിന്റ്. ഓക്കെ, അപ്പൊ ഇത് ഏതാണ്? ഷുഡ് നോട്ട് അതിന്റെ ഷോർട്ട് ഫോം ആണ്, ചെറിയ രൂപമാണ്. നമുക്ക് ഇത് വെച്ചും ചോദിക്കും കേട്ടാ. ഷുഡ് ഐ നോട്ട് റൈറ്റ്, അതും കറക്റ്റാ. ഷുഡ് ഐ നോട്ട് റൈറ്റ് അതും ചോദിക്കും. പക്ഷെ അത് റിട്ടൺ ഇംഗ്ലീഷ് ആണ്, ഫോർമൽ ഇംഗ്ലീഷ് ആണ്. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പഠിച്ചു വെച്ചാൽ മതി. ഷുഡിന്റ് ഐ റൈറ്റ്, ഷുഡ് ഐ നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഇതാ പറയുന്നത്, ഷുഡിന്റ് ഐ റൈറ്റ്, ഞാൻ എഴുതണ്ടേ, ഞാൻ പോകണ്ടേ, ഞാൻ ഇന്ന് പോകണ്ടേ. ഷുഡിന്റ് ഐ ഗോ ടുഡേ, അവൻ അത് ചെയ്യണ്ടേ. ഷുഡിന്റ് ഹി ഡു ദാറ്റ്, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും വരാൻ പോകുന്നില്ല. അത് ബോർഡേ കിടക്കുള്ളൂ അല്ലെ. സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാട്ടിൽ പോയി കുറെ ആള് താമസിച്ചാല് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചോളും. ഒരു ക്ലാസ്സിലും പോകേണ്ട കാര്യമില്ല, കേട്ട് പഠിക്കും അല്ലെ. അതാണ് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇതാണ് നാലാമത്തെ വാചകം. അപ്പൊ ഇനി നിങ്ങൾ എഴുതിക്കോ, ഈ വാചകം എഴുതിക്കോ, ഷുഡിന്റ് ഐ റൈറ്റ്. അതുപോലെ എല്ലാം പറയാം അല്ലെ. ഷുഡിന്റ് ബി റൈറ്റ്, ഷുഡിന്റ് യു റൈറ്റ്, ഞങ്ങൾ എഴുതണ്ടേ, നീ എഴുതണ്ടേ. ഷുഡിന്റ് യു റൈറ്റ്, ഷുഡിന്റ് ഹി റൈറ്റ്, അവൻ എഴുതണ്ടേ. നെഗറ്റീവ് ചോദ്യമാണ്, നെഗറ്റീവ് നോട്ട് വരുന്നത്. ഓക്കെ,
ഷുഡിൻ ഷീ റൈറ്റ്, അവൾ എഴുതണ്ടേ. ഷുഡിൻ ദേ റൈറ്റ്, അവർ എഴുതണ്ടേ. അവർ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, നീ ഇന്ന് പോകണ്ടേ, ഷുഡിൻ യു ഗോ ടുഡേ. നീ ഇന്ന് എഴുതണ്ടേ, ഷുഡിൻ യു റൈറ്റ് ടുഡേ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി ഇത് എഴുതണേ. ഷുഡിൻ ദേ റൈറ്റ്. ഇന്ന് ഇത്രയുള്ള കാര്യങ്ങൾ. 4 വാചകങ്ങൾ. ഐ ഷുഡ് റൈറ്റ്, ഷുഡ് ഐ റൈറ്റ് എന്റെ ക്വസ്റ്റ്യൻ. പിന്നെ നെഗറ്റീവ്, ഐ ഷുഡ് നോട്ട് റൈറ്റ്, ഞാൻ എഴുതരുത്. അതിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഷുഡിൻ ഐ റൈറ്റ്. നമ്മൾ ഷോർട്ട് ഫോം ആയിട്ടാണ് എഴുതുന്നത്. ഷുഡ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഇത്. ഷുഡിൻ ഐ റൈറ്റ്, ഷുഡിൻ ഐ റൈറ്റ്, ഷുഡിൻ ഐ റൈറ്റ്, ഷുഡിൻ ഐ റൈറ്റ്. പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് എഴുതുക. അപ്പൊ ഇന്ന് ഇതാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നത്. ഹോംവർക്ക് ചെയ്യുന്നതല്ല, നമ്മൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കണേ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഞാൻ നേരത്തെ എല്ലാ ക്ലാസ്സിലും തന്നെ പറയും, അതായത് നിങ്ങൾ ഒരാളെ കൂടി കിട്ടിയാൽ 2 പേര് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കുറെ കൂടി നല്ലത്. തെറ്റ് പറഞ്ഞ് പഠിക്കാതെ നോക്കിയാൽ മതി. കൂടുതൽ വേർബ്സ് ഉപയോഗിക്കാൻ, കൂടുതൽ വെർബുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിയണം. നമ്മൾ ബേസ് ഫോം അറിയണം. നീ വെർബ് എന്ന് പറയുമ്പോൾ ക്രിയ അല്ലെ, പോവുക, വരിക, ഇതാണ് വെർബ്. ഞാൻ സബ്ജക്ട്. ഇപ്പൊ ഇതിലെ സബ്ജക്ട് ഏതാണ്? ഐ ഷുഡ് ഗോ, ഐ ആണ്. വി ഷുഡ് ഗോ, വി ആണ്. യു ഷുഡ് ഗോ, യു ആണ്. അത് നമ്മൾ തലയിൽ കയറണം. പിന്നെ ഒരു ഫോംസ് എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളു ഇംഗ്ലീഷ്. ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ട് പഠിച്ചോളും. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇതാണ്. അപ്പൊ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാലോ. പ്രാക്ടീസ് നമുക്ക് ആദ്യം തന്നെ എന്താണ്? റൈറ്റ് അല്ലെ, റൈറ്റ് വെച്ച് തുടങ്ങാം. ഞാൻ ഇത് ഇവിടെ വെച്ച് എഴുതാം. ഇവിടെ എഴുതും. ഇവിടെ എഴുതാം. WR റൈറ്റ്. ഇതാണ് നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട് അല്ലെ. സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് റൈറ്റ് ആണ്. ഓക്കെ, വി ഷാൽ സ്റ്റാർട്ട്. അപ്പൊ ഞാൻ മലയാളം പറയും, നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പറയണം. നമുക്ക് എല്ലാത്തിനും നോക്കണ, സമയം ഒത്തിരി പോകും. ഐ ഷുഡ് റൈറ്റ്, ഞാൻ എഴുതണം. ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ. ഐ ഷുഡ് നോട്ട് റൈറ്റ്, ഞാൻ എഴുതരുത്. അതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഷുഡിൻ ഐ റൈറ്റ്, ഷുഡിൻ ഐ റൈറ്റ്, ഷുഡിൻ ഐ റൈറ്റ്. രണ്ടാക്കി പറയാം, അതായിരിക്കും എളുപ്പം. ഷുഡിൻ ഐ റൈറ്റ്, ഷുഡിൻ ഐ റൈറ്റ്. നമുക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ ഷുഡിൻ ഐ റൈറ്റ് എന്നൊക്കെ പറയുള്ളൂ. ഷുഡിൻ ഐ റൈറ്റ്, ഷുഡിൻ ഐ റൈറ്റ്, ഷുഡിൻ ഐ റൈറ്റ്. ഞാൻ എഴുതണ്ടേ, ഞാൻ എഴുതണ്ടേ, ഞാൻ എഴുതണ്ടേ. ഇതാണ് കേട്ടോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഷൽ സ്റ്റാർട്ട്. ഷുഡിൻ ഐ റൈറ്റ്, ഞാൻ എഴുതണ്ടേ. ഷുഡിൻ ഐ റൈറ്റ്, ഞാൻ എഴുതണ്ടേ. ഞാൻ എഴുതണ്ടേ, ഞാൻ മലയാളം പറയും, നിങ്ങൾ ഇംഗ്ലീഷ് പറയുക. ഞാൻ എഴുതണ്ടേ, 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 ഞാൻ എഴുതണ്ടേ. നിവി, ഞങ്ങൾ എഴുതണം. വി ഷുഡ് റൈറ്റ്, ഞങ്ങൾ എഴുതണോ. ഷുഡ് വി റൈറ്റ്, ഞങ്ങൾ എഴുതരുത്. വി ഷുഡ് നോട്ട് റൈറ്റ്. ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഷുഡിൻ വി റൈറ്റ്, ഷുഡിൻ വി റൈറ്റ്. ഞങ്ങൾ എഴുതണ്ടേ, ഞങ്ങൾ എഴുതണ്ടേ. ഷുഡിൻ വി റൈറ്റ്, ഷുഡിൻ വി റൈറ്റ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങൾ എഴുതണ്ടേ, ഷുഡിൻ വി റൈറ്റ്. ഞങ്ങൾ എഴുതണ്ടേ, ഞങ്ങൾ എഴുതണ്ടേ, ഞങ്ങൾ എഴുതണ്ടേ, ഞങ്ങൾ എഴുതണ്ടേ, ഞങ്ങൾ എഴുതണ്ടേ, ഞങ്ങൾ എഴുതണ്ടേ. നമ്മൾ എഴുതണ്ടേ, നമ്മൾ എഴുതണ്ടേ, നമ്മൾ എഴുതണ്ടേ, നമ്മൾ എഴുതണ്ടേ, നമ്മൾ എഴുതണ്ടേ. ഓക്കെ, ഉറക്കെ പറയണേ. നിങ്ങൾ ചുണ്ടിട്ടാണെങ്കിൽ പോരാ, ഉറക്കെ പറയണേ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ കേട്ട് പഠിക്കുന്നത്. നമ്മൾ തന്നെ പറഞ്ഞ് നമ്മൾ തന്നെ കേൾക്കുന്നു. നല്ല വിദ്യയല്ലേ. ഓക്കെ, യു ഷുഡ് റൈറ്റ്, ഷുഡ് യു റൈറ്റ്, യു ഷുഡ് നോട്ട് റൈറ്റ്. 3 കണ്ട്. ലാസ്റ്റ് വൺ, നീ എഴുതണ്ടേ. ഷുഡിൻ യു റൈറ്റ്, ഷുഡിൻ യു റൈറ്റ്, ഷുഡിൻ യു റൈറ്റ്. നീ എഴുതണ്ടേ, ഷുഡിൻ യു റൈറ്റ്. ഓക്കെ, നീ എഴുതണ്ടേ, നീ എഴുതണ്ടേ, നീ എഴുതണ്ടേ, നീ എഴുതണ്ടേ, നീ എഴുതണ്ടേ, നീ എഴുതണ്ടേ, നീ എഴുതണ്ടേ. നിങ്ങൾ എഴുതണ്ടേ, നിങ്ങൾ എഴുതണ്ടേ, നിങ്ങൾ എഴുതണ്ടേ, നിങ്ങൾ എഴുതണ്ടേ. താങ്കൾ എഴുതണ്ടേ, താങ്കൾ എഴുതണ്ടേ, താങ്കൾ എഴുതണ്ടേ, താങ്കൾ എഴുതണ്ടേ. ഓക്കെ, ഇനി അവൻ എഴുതണം. ഹി ഷുഡ് റൈറ്റ്, അവൻ എഴുതണോ. ഷുഡ് ഹി റൈറ്റ്, അവൻ എഴുതട്ടെ. ഹി ഷുഡ് നോട്ട് റൈറ്റ്, അവൻ എഴുതണ്ടേ. ഷുഡിൻ ഹി റൈറ്റ്, ഷുഡിൻ ഹി റൈറ്റ്. അവൻ എഴുതണ്ടേ, ഷുഡിൻ ഹി റൈറ്റ്.
പല വാക്കുകളും നമുക്കുണ്ട് മലയാളത്തിൽ ഹീക്ക് അല്ലെ. ഓക്കെ, അവൻ എഴുതണ്ടേ ഷുഡിൻ ഹി റൈറ്റ്, ഷുഡിൻ ഹി റൈറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുഡിൻ ഹി റൈറ്റ്. അവൻ എഴുതണ്ടേ, ടോണൊക്കെ നിങ്ങൾ തന്നെ ഇട്ടോ ക്വസ്റ്റ്യൻ്റെ ഒക്കെ. ഓക്കെ, അവൻ എഴുതണ്ടേ, 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 അയാൾ എഴുതണ്ടേ, അദ്ദേഹം എഴുതണ്ടേ, അദ്ദേഹം എഴുതണ്ടേ. ഓക്കെ, അവൾ എഴുതണം, ഷീ ഷുഡ് റൈറ്റ്, ഷുഡ് ഷീ റൈറ്റ്, ഷീ ഷുഡ് നോട്ട് റൈറ്റ്, മൂന്നെണ്ണം കണ്ടു. അവൾ എഴുതണ്ടേ, ഷുഡിൻ ഷീ, ഷുഡിൻ ഷീ റൈറ്റ് അല്ലേ, ഷുഡിൻ ഷീ റൈറ്റ്, ഷുഡിൻ ഷീ റൈറ്റ്, ഷുഡിൻ ഷീ റൈറ്റ്. അവൾ എഴുതണ്ടേ, ഷുഡിൻ ഷീ റൈറ്റ്, അവൾ എഴുതണ്ടേ, ഷുഡിൻ ഷീ റൈറ്റ്. ഓക്കെ, ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ഉറക്കെ പറയും. അവൾ എഴുതണ്ടേ, 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 അവൾ എഴുതണ്ടേ. ഓക്കെ, അവർ വെച്ചല്ലേ, അവരുടെ സ്ഥാനത്ത് നമുക്ക് ഏത് വേണമെങ്കിലും പറയാം. കുട്ടികൾ എന്ന് പറയണ്ടേ, ഷുഡിൻ ദ ചിൽഡ്രൻ കം ടുഡേ, ഷുഡിൻ ദ ചിൽഡ്രൻ കം ടുഡേ. ഓക്കെ, അവർ എഴുതണം, ദേ ഷുഡ് റൈറ്റ്, ഷുഡ് ദേ റൈറ്റ്, ദേ ഷുഡ് നോട്ട് റൈറ്റ്, മൂന്നെണ്ണം. ലാസ്റ്റ് അവസാനത്തെ അവർ എഴുതണ്ടേ, ഷുഡിൻ ദേ റൈറ്റ്, ഷുഡിൻ കേട്ടോ, ഷുഡിൻ, ഷുഡിൻ, ഷുഡിൻ ആണ്, ഷുഡിൻ ദേ റൈറ്റ്. അവർ എഴുതണ്ടേ, ഷുഡിൻ ദേ റൈറ്റ്. ഓക്കെ, ഷുഡിൻ ദേ റൈറ്റ്. അവർ എഴുതണ്ടേ, 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 അവർ എഴുതണ്ടേ. ഓക്കെ, നമുക്കിനി അടുത്ത വെർബ് പ്രാക്ടീസ് ചെയ്യാം, റൈറ്റ്. പിന്നെ നമുക്ക് ഡു എടുക്കാം, കഴിഞ്ഞ ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഡു എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ആ ആൾക്ക് വെർബ് പഠിക്കാനുണ്ട്, കാരണം അതിന് ചില പ്രശ്നങ്ങളുള്ള സാധനമാണ്. ഡു ചെയ്യുക അല്ലേ, ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം, ഇങ്ങോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് കാണാലോ. ഡു വട്ടത്തിലിട്ടേക്കാം, വട്ടത്തിൽ കിടക്കട്ടെ. ഓക്കെ, ഡു എന്ന് വെച്ചാൽ ചെയ്യുക അല്ലേ, അപ്പൊ ഷുഡ് ഡു എന്ന് വെച്ചാൽ ചെയ്യണം എന്നായി, അത്രയേ ഉള്ളൂ. അപ്പോ ഐ ഷുഡ് ഡു ഞാൻ ചെയ്യണം, ഷുഡ് ഐ ഡു ഞാൻ ചെയ്യണോ, ഐ ഷുഡ് നോട്ട് ഡു ഞാൻ ചെയ്യരുത്, ഷുഡിൻഡ് ഐ ഡു, ഷുഡിൻഡ് ഐ ഡു, ഷുഡിൻഡ് ഐ ഡു ഞാൻ ചെയ്യണ്ടേ, ഞാൻ അത് ചെയ്യണ്ടേ, ഷുഡിൻഡ് ഐ ഡു ദാറ്റ്, ഷുഡിൻഡ് ഐ ഡു ദാറ്റ്, ഷുഡിൻഡ് ഐ ഡു ദാറ്റ്, ഞാൻ അത് ചെയ്യണ്ടേ. നമുക്ക് ഓക്കെ, ഞാൻ ചെയ്യണ്ടേ. ഓക്കെ, ഷുഡിൻഡ് ഐ ഡു, ഷുഡിൻഡ് ഐ ഡു, ഞാൻ ചെയ്യണ്ടേ, ഷുഡിൻഡ് ഐ ഡു, ഞാൻ ചെയ്യണ്ടേ, 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 ഞാൻ ചെയ്യണ്ടേ. ഓക്കെ, നമ്മൾ ചെയ്യണ്ടേ എന്താ എങ്ങനെ പറയും, നമ്മൾ ചെയ്യണം, വി ഷുഡ് ഡു, നമ്മൾ ചെയ്യണോ, ഷുഡ് ബി ഡു, നമ്മൾ ചെയ്യരുത്, വി ഷുഡ് നോട്ട് ഡു, നമ്മൾ ചെയ്യണ്ടേ, ഷുഡിൻ ബി ഡു, ഷുഡിൻ ബി ഡു. ഓക്കെ, നമ്മൾ ചെയ്യണ്ടേ, ഷുഡിൻ ബി ഡു, ഷുഡിൻ ബി ഡു, ഷുഡിൻ ബി ഡു. ഓക്കെ, നമ്മൾ ചെയ്യണ്ടേ, ഷുഡിൻ ബി ഡു, ഷുഡിൻ ബി ഡു, ഷുഡിൻ ബി ഡു, ഷുഡിൻ ബി ഡു. നമ്മൾ ചെയ്യണ്ടേ, നമ്മൾ ചെയ്യണ്ടേ, നമ്മൾ ചെയ്യണ്ടേ, നമ്മൾ ചെയ്യണ്ടേ, ഞങ്ങൾ 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 ചെയ്യണ്ടേ. ഓക്കെ, ഫോട്ടോ വെച്ച് തന്നെ നീ ചെയ്യണം, യു ഷുഡ് ഡു, നീ ചെയ്യണോ, ഷുഡ് യു ഡു, നീ ചെയ്യരുത്, യു ഷുഡ് നോട്ട് ഡു, നീ ചെയ്യണ്ടേ, നീ അത് ചെയ്യണ്ടേ, ഷുഡിൻ യു ഡു ദാറ്റ്, ഷുഡിൻ യു ഡു ദാറ്റ്. അപ്പൊ നീ ചെയ്യണ്ടേ, ഷുഡിൻ യു ഡു, ഷുഡിൻ യു ഡു, നീ ചെയ്യണ്ടേ, ഷുഡിൻ യു ഡു. ഓക്കെ, നീ ചെയ്യണ്ടേ,
നീ ചെയ്യണ്ടേ, നീ ചെയ്യണ്ടേ, നിങ്ങൾ ചെയ്യണ്ടേ, നിങ്ങൾ ചെയ്യണ്ടേ, നിങ്ങൾ ചെയ്യണ്ടേ, നിങ്ങൾ ചെയ്യണ്ടേ, നിങ്ങൾ ചെയ്യണ്ടേ, താങ്കൾ ചെയ്യണ്ടേ, താങ്കൾ ചെയ്യണ്ടേ, താങ്കൾ ചെയ്യണ്ടേ, അങ്ങ് ചെയ്യണ്ടേ, അങ്ങ് ചെയ്യണ്ടേ, അങ്ങ് ചെയ്യണ്ടേ. ഇതിനെല്ലാത്തിനും ഒറ്റ വാക്കായോ ഇംഗ്ലീഷിൽ അല്ലേ? നമുക്ക് ഇനിയുണ്ട് കുറെ. അവൻ ചെയ്യണം, he should do, should he do, he should not do. മൂന്നെണ്ണം ഓൾറെഡി കണ്ടു. നാലാമത്തെയും അവസാനത്തെയാണ് അവൻ ചെയ്യണ്ടേ, shouldn't he do, shouldn't he do, shouldn't he do. തെറ്റിപ്പറഞ്ഞ് പഠിക്കരുത്. shouldn't he do, അവൻ ചെയ്യണ്ടേ, shouldn't he do, അവൻ ചെയ്യണ്ടേ, അവൻ ചെയ്യണ്ടേ, അവൻ ചെയ്യണ്ടേ, അവൻ ചെയ്യണ്ടേ, അവൻ ചെയ്യണ്ടേ, അയാൾ 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 ചെയ്യണ്ടേ, അദ്ദേഹം ചെയ്യണ്ടേ, അദ്ദേഹം ചെയ്യണ്ടേ, അദ്ദേഹം ചെയ്യണ്ടേ. ഓക്കെ, അവൾ ചെയ്യണം, she should do, should she do, she should not do. മൂന്നെണ്ണം കണ്ടു. ഇന്നത്തെ ലാസ്റ്റ് കാണുന്നത് അവൾ ചെയ്യണ്ടേ. ഓക്കെ, യെസ്, അവൾ ചെയ്യണ്ടേ, shouldn't she do, shouldn't she do, shouldn't അല്ലെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. shouldn't she do, shouldn't she do. അവൾ ചെയ്യണ്ടേ, shouldn't she do, അവൾ ചെയ്യണ്ടേ, shouldn't she do, shouldn't she do. അവൾ ചെയ്യണ്ടേ, 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 അവൾ ചെയ്യണ്ടേ. ഓക്കെ, ലാസ്റ്റ് വൺ അവർ ചെയ്യണം, they should do, should they do, they should not do. പിന്നെ അവർ ചെയ്യണ്ടേ, അവർ ചെയ്യരുതോ, അങ്ങനെയും പറയാല്ലേ. അവർ ചെയ്യണ്ടേ, shouldn't they do, shouldn't they do, shouldn't they do. അവർ ചെയ്യണ്ടേ, shouldn't they do, അവർ ചെയ്യണ്ടേ, shouldn't they do. അവർ ചെയ്യണ്ടേ, ഓക്കെ പറ, അവർ ചെയ്യണ്ടേ, 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 അവർ ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ നമ്മള് 2 വെർബ്സ് കഴിഞ്ഞു. ഇനി 3 കൂടി ചെയ്യാണ്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ക്ഷീണിച്ചെങ്കിൽ പോസ് ചെയ്യുക, എന്നിട്ട് പക്ഷെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ സമയം കളയുക, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടൊന്നും വരില്ല. മസ്റ്റ് പ്രാക്ടീസ്. അടുത്തത് ഗോ, നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ്. ഗോ, പോവുക അല്ലെ. ഷുഡ് ഗോ എന്ന് വെച്ചാല് പോകണം എന്നാവും. ഗോ, ഇത് വെച്ചാണ് ഇനി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ പോകണം, ഐ ഷുഡ് ഗോ, ഷുഡ് ഐ ഗോ, ഞാൻ പോകണോ, ഐ ഷുഡ് നോട്ട് ഗോ, ഞാൻ പോകരുത്. ഷുഡിന്റ് ഐ ഗോ, ഞാൻ പോകണ്ടേ, ഞാൻ പോകണ്ടേ. ഷുഡിന്റ് ഐ ഗോ, ഞാൻ ഇന്ന് പോകണ്ടേ. ഷുഡിന്റ് ഐ ഗോ ടു സ്കൂൾ, ഐ ആം വെരി ഹാപ്പി. ഷുഡിന്റ് ഐ ഗോ ടു സ്കൂൾ. ഓക്കെ, ഞാൻ പോകണ്ടേ, ഷുഡിന്റ് ഐ ഗോ, ഷുഡിന്റ് ഐ ഗോ, ഷുഡിന്റ് ഐ ഗോ, ഷുഡിന്റ് ഐ ഗോ. ഓക്കെ, ഷുഡ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്, ചെറിയ രൂപം, കോൺട്രാക്ഷൻ എന്നൊക്കെ പറയും. ഇതൊക്കെ പേരൊന്നും പഠിക്കണം. ഞാൻ പോകണ്ടേ, ഷുഡിന്റ് ഐ ഗോ, ഞാൻ പോകണ്ടേ, 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 ഞാൻ പോകണ്ടേ. ഇനി നമ്മൾ പോകണ്ടേ, അല്ലെ ഞങ്ങൾ പോകണ്ടേ, എക്സ്ക്യൂസ് മീ, നമ്മൾ പോകണ്ടേ. വി ഷുഡ് ഗോ, നമ്മൾ പോകണം. ഷുഡ് വി ഗോ, നമ്മൾ പോകണോ. വി ഷുഡ് നോട്ട് ഗോ, നമ്മൾ പോകരുത്. നമ്മൾ പോകണ്ടേ, ഷുഡിൻ വി ഗോ, ഷുഡിൻ വി ഗോ. നമ്മൾ പോകണ്ടേ, ഷുഡിൻ വി ഗോ, ഷുഡിൻ വി ഗോ. നമ്മൾ പോകണ്ടേ, നമ്മൾ പോകണ്ടേ, നമ്മൾ പോകണ്ടേ, നമ്മൾ പോകണ്ടേ, നമ്മൾ പോകണ്ടേ, നമ്മൾ പോകണ്ടേ. ഞങ്ങൾ പോകണ്ടേ,
ഞങ്ങൾ പോകണ്ടേ, ഞങ്ങൾ പോകണ്ടേ, ഞങ്ങൾ പോകണ്ടേ, ഞങ്ങൾ പോകണ്ടേ, ഞങ്ങൾ പോകണ്ടേ. ഓക്കെ, ഞാൻ അടുത്തത് യു. നീ പോകണ്ടേ, ഷുഡിന്റ് യു ഗോ. നീ പോകണം, യു ഷുഡ് ഗോ. നീ പോകുന്നോ, ഷുഡ് യു ഗോ. നീ പോകരുത്, യു ഷുഡ് നോട്ട് ഗോ. നീ പോകണ്ടേ, യു ഷുഡിന്റ് യു ഗോ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഷുഡ് യു നോട്ട് ഗോ എന്നും പറയാം, പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലെ ഷുഡിന്റ് യു ഗോ എന്ന് പഠിക്കൂ. നീ പോകണ്ടേ, ഷുഡിന്റ് യു ഗോ. ഷുഡിന്റ് യു ഗോ. നീ പോകണ്ടേ, ഷുഡിന്റ് യു ഗോ. ഓക്കെ, നീ പോകണ്ടേ, 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 നിങ്ങൾ പോകണ്ടേ, നിങ്ങൾ പോകണ്ടേ, താങ്കൾ പോകണ്ടേ, താങ്കൾ പോകണ്ടേ, അങ്ങ് പോകണ്ടേ, അങ്ങ് പോകണ്ടേ, അങ്ങ് പോകണ്ടേ, അങ്ങ് പോകണ്ടേ. എല്ലാത്തിനും യു തന്നെയാണ്. അടുത്തത് അവൻ പോകണം, ഹി ഷുഡ് ഗോ. അവൻ പോകണോ, ഷുഡ് ഹി ഗോ. അവൻ പോകരുത്, ഹി ഷുഡ് നോട്ട് ഗോ. അവൻ പോകണ്ടേ, ഷുഡിൻ ഹി ഗോ. ഷുഡിൻ ഹി ഗോ. അവൻ പോകണ്ടേ, ഷുഡിൻ ഹി ഗോ. ഷുഡിൻ ഹി ഗോ. അവൻ പോകണ്ടേ, അവൻ പോകണ്ടേ, അവൻ പോകണ്ടേ, അവൻ പോകണ്ടേ, അവൻ പോകണ്ടേ, അയാൾ പോകണ്ടേ, അയാൾ പോകണ്ടേ, അയാൾ പോകണ്ടേ, അയാൾ പോകണ്ടേ, അദ്ദേഹം പോകണ്ടേ, അദ്ദേഹം പോകണ്ടേ, അദ്ദേഹം പോകണ്ടേ, അദ്ദേഹം പോകണ്ടേ, അദ്ദേഹം പോകണ്ടേ, അദ്ദേഹം പോകണ്ടേ. ഓക്കെ, അവൾ പോകണ്ടേ, അവൾ പോകണം, ഷീ ഷുഡ് ഗോ. അവൾ പോകണോ, ഷുഡ് ഷീ ഗോ. അവൾ പോകരുത്, ഷീ ഷുഡ് നോട്ട് ഗോ. അവൾ പോകണ്ടേ, ഷുഡിൻ ഷീ ഗോ. ഷുഡിൻ ഷീ ഗോ. അവൾ പോകണ്ടേ, ഷുഡിൻ ഷീ ഗോ. ഷുഡിൻ ഷീ ഗോ. ഷുഡിൻ ഷീ ഗോ. അവൾ പോകണ്ടേ, 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 അവൾ പോകണ്ടേ. ലാസ്റ്റ് വൺ, അവർ പോകണം, ദേ ഷുഡ് ഗോ. ക്വസ്റ്റ്യൻ, ഷുഡ് ദേ ഗോ. അവർ പോകണോ, ദേ ഷുഡ് നോട്ട് ഗോ. അവർ പോകരുത്, ഷുഡിൻ ദേ ഗോ. അവർ പോകണ്ടേ, അവർ ഇന്ന് പോകണ്ടേ, ഷുഡിൻ ദേ ഗോ ടുഡേ. അവർ പോകണ്ടേ, ഷുഡിൻ ദേ ഗോ. ഷുഡിൻ ദേ ഗോ. ഷുഡിൻ ദേ ഗോ. ഓക്കെ, പുറകെ പറയണേ, ഇംഗ്ലീഷ്, ഞാൻ മലയാളം. അവർ പോകണ്ടേ, ഷുഡിൻ ദേ ഗോ. അവർ പോകണ്ടേ, 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 അവർ അവിടെ പോകണ്ടേ, ഷുഡിൻ ദേ ഗോ ദർ. ഷുഡിൻ ദേ ഗോ ദർ. അവർ അവിടെ പോകണ്ടേ, ഷുഡിൻ ദേ ഗോ ദർ. അങ്ങനെ നമ്മൾ വാക്കുകൾ കൂട്ടി കൂട്ടി ചേർക്കാം. ഷുഡിൻ ദേ ഗോ ദർ ടുഡേ. ഷുഡിൻ ദേ ഗോ ദർ ടുഡേ. ഷുഡിൻ ദേ ഗോ ദർ ടുഡേ വിത്ത് ദെയർ ഫ്രണ്ട്സ്. അങ്ങനെ വാചകം നീട്ടി നീട്ടി അവരുടെ കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ. പ്രധാനമായിട്ട് വെർബ് പഠിക്കണം. വെർബാണ് നമ്മൾ വളരെ ഉറപ്പിക്കേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗോ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് എന്താണ്, സിങ് എടുക്കാം. സിങ്. നമ്മളൊക്കെ പാട്ടുകാരായിരിക്കുമല്ലോ അല്ലേ? സിങ്. സിങ് എന്ന് വെച്ചാല് പാടുക. ഇതെന്ത് ഫോമാണ്? ബേസ് ഫോം. പാടുക, സിങ്. ഇവിടെയും കിടക്കുക, സിങ്. SING ആണ് സിങ്. ബേസ് ഫോം, അടിസ്ഥാന രൂപം. പാടുക. ഓക്കെ, ഐ ഷുഡ് സിങ്, ഞാൻ പാടണം. ഷുഡ് ഐ സിങ്, ഞാൻ പാടണോ? നിങ്ങൾ ഇവിടെ ഇരിക്കത്തില്ല. ഞാൻ പാടണ്ടേ, ഷുഡിൻ ഐ സിങ്. ഷുഡിൻ ഐ സിങ്, ഞാൻ പാടണ്ടേ. ഷുഡിൻ ഐ സിങ്, ഞാൻ പാടണ്ടേ. ഷുഡിൻ ഐ സിങ്, ഞാൻ പാടണ്ടേ. ഞാൻ പാടണ്ടേ, 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 ഞാൻ പാടണ്ടേ. ഓക്കെ, നമ്മൾ പാടണ്ടേ. We should sing, should we sing, we should not sing. നമ്മൾ പാടണ്ടേ. Shouldn't we sing, shouldn't we sing, shouldn't we sing.
നമ്മൾ പാടണ്ടേ ഷുഡിൻ വി സിംഗ്. നമ്മൾ പാടണ്ടേ 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 ഞങ്ങൾ പാടണ്ടേ ഞങ്ങൾ പാടണ്ടേ ഞങ്ങൾ പാടണ്ടേ ഞങ്ങൾ പാടണ്ടേ ഞങ്ങൾ പാടണ്ടേ. ഇനി അടുത്തത് നീ പാടണ, യു ഷുഡ് സിംഗ്. നീ പാടണോ, ഷുഡ് യു സിംഗ്. നീ പാടരുത്, യു ഷുഡ് നോട്ട് സിംഗ്. നീ പാടണ്ടേ, ഷുഡിൻ യു സിംഗ്. ഷുഡിൻ യു സിംഗ്. ഷുഡിൻ യു സിംഗ്. നീ പാടണ്ടേ, ഷുഡിൻ യു സിംഗ്. ഷുഡിൻ യു സിംഗ്. ഷുഡിൻ യു സിംഗ്. നീ പാടണ്ടേ 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 നിങ്ങൾ പാടണ്ടേ നിങ്ങൾ പാടണ്ടേ നിങ്ങൾ പാടണ്ടേ നിങ്ങൾ പാടണ്ടേ താങ്കൾ പാടണ്ടേ താങ്കൾ പാടണ്ടേ അങ്ങ് പാടണ്ടേ. ഓക്കെ, അവൻ പാടണം, ഹി ഷുഡ് സിംഗ്. അവൻ പാടണോ, ഷുഡ് ഹി സിംഗ്. അവൻ പാടരുത്, ഹി ഷുഡ് നോട്ട് സിംഗ്. അവൻ പാടണ്ടേ, ഷുഡിൻ ഹി സിംഗ്. ഷുഡിൻ ഹി സിംഗ്. അവൻ പാടണ്ടേ, ഷുഡിൻ ഹി സിംഗ്. ഓക്കെ, പ്രാക്ടീസ്. ഉറക്കെ ഇംഗ്ലീഷ്, ഞാൻ മലയാളം. ഷുഡിൻ ഹി സിംഗ്. അവൻ പാടണ്ടേ 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 അയാൾ പാടണ്ടേ അയാൾ പാടണ്ടേ അയാൾ പാടണ്ടേ അയാൾ പാടണ്ടേ അദ്ദേഹം പാടണ്ടേ അദ്ദേഹം പാടണ്ടേ അദ്ദേഹം പാടണ്ടേ അദ്ദേഹം പാടണ്ടേ. ഓക്കെ, അവൾ പാടണം, ഷീ ഷുഡ് സിംഗ്. അവൾ പാടണോ, ഷുഡ് ഷീ സിംഗ്. അവൾ പാടരുത്, ഷീ ഷുഡ് നോട്ട് സിംഗ്. ഇന്ന് പഠിച്ചത് അവൾ പാടണ്ടേ, ഷുഡിൻ ഷീ സിംഗ്. ഷുഡിൻ ഷീ സിംഗ്. ഷുഡിൻ ഷീ സിംഗ്. ഓക്കെ, അവൾ പാടണ്ടേ 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 അവൾ പാടണ്ടേ. ലാസ്റ്റ് വൺ, അവർ പാടണം, ദേ ഷുഡ് സിംഗ്. അവർ പാടണോ, ഷുഡ് ദേ സിംഗ്. അവർ പാടരുത്, ദേ ഷുഡ് നോട്ട് സിംഗ്. ഇനി അവർ പാടണ്ടേ, ഷുഡിൻ ദേ സിംഗ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഷുഡിൻ ദേ സിംഗ്. ഷുഡിൻ ദേ സിംഗ്. ഷുഡിൻ ദേ സിംഗ്. അവർ പാടണ്ടേ, ഷുഡിൻ ദേ സിംഗ്. ഓക്കെ, അവർ പാടണ്ടേ 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 അവർ പാടണ്ടേ. ഓക്കെ, നൗ ലാസ്റ്റ് വൺ. എന്താണ്? മട്ടൻ കിടന്നോട്ടെ. ഓക്കെ, നൈസ് നൈസ്. ഹെൽപ്പ് അല്ലേ? ഹെൽപ്പ് ഇത് എന്ത് ഫോമാണ്? ബേസ് ഫോം. ബേസ് ഫോമിന്റെ അർത്ഥം എന്താണ്? സഹായിക്കുക. ബേസ് ഫോം, സഹായിക്കുക, അങ്ങനെ പറയുന്നതാണ് ബേസ് ഫോം. ഹെൽപ്പ്, സഹായിക്കുക. ഞാൻ സഹായിക്കണം, ഐ ഷുഡ് ഹെൽപ്പ്. ഞാൻ സഹായിക്കണം, ഞാൻ അവരെ സഹായിക്കണം, ഐ ഷുഡ് ഹെൽപ്പ് ദം. ഷുഡ് ഐ ഹെൽപ്പ് ദം? ഐ ഷുഡ് ഹെൽപ്പ് ദം. ഷുഡിൻറ് ഐ ഹെൽപ്പ് ദം? അങ്ങനെ നമുക്ക് കൂട്ടിച്ചേർക്കാം. നമ്മളിപ്പോ ബേസ് വെർബ് മാത്രം പറയാം, അല്ലെങ്കിൽ നമുക്ക് ദം ഒക്കെ വെച്ച് പറയാല്ലേ, നന്നായിരിക്കും. ഞാൻ അവരെ സഹായിക്കണ്ടേ, ഷുഡിൻറ് ഐ ഹെൽപ്പ് ദം? ഷുഡിൻറ് ഐ ഹെൽപ്പ് ദം? ഷുഡിൻറ് ഐ ഹെൽപ്പ് ദം? അവരെ. ഷുഡിൻറ് ഐ ഹെൽപ്പ് ദം? ഞാൻ അവരെ സഹായിക്കണ്ടേ, ഷുഡിൻറ് ഐ ഹെൽപ്പ് ദം? ഞാൻ അവരെ സഹായിക്കണ്ടേ 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 ഞാൻ അവരെ സഹായിക്കണ്ടേ. ഓക്കെ, അടുത്തത് നമ്മൾ അവരെ സഹായിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ അവനെ സഹായിക്കണ്ടേ. അവനെ എന്ന് പറയുമ്പോൾ ഹിം, HIM, ഹിം. ഷുഡിൻ വി ഹെൽപ്പ് ഹിം? ഷുഡിൻ വി ഹെൽപ്പ് ഹിം? ഷുഡിൻ വി ഹെൽപ്പ് ഹിം?
നമ്മൾ അവനെ സഹായിക്കണ്ടേ? ഷുഡിൻ ബി ഹെൽപ്പ് ഹിം. ഞാൻ ആകെ ദയനീയാവസ്ഥയിലാണ്, നമ്മൾ അവനെ സഹായിക്കണ്ടേ? ഷുഡിൻ ബി ഹെൽപ്പ് ഹിം. നമ്മൾ അവനെ സഹായിക്കണം. വി ഷുഡ് ഹെൽപ്പ് ഹിം. നമ്മൾ അവനെ സഹായിക്കണോ? ഷുഡ് വി ഹെൽപ്പ് ഹിം. നമ്മൾ അവനെ സഹായിക്കരുത്. വി ഷുഡ് നോട്ട് ഹെൽപ്പ് ഹിം. നമ്മൾ അവനെ സഹായിക്കണ്ടേ? ഷുഡിൻ ബി ഹെൽപ്പ് ഹിം. ഓക്കെ, നമ്മൾ അവനെ സഹായിക്കണ്ടേ? ഷുഡിൻ ബി ഹെൽപ്പ് ഹിം. ഷുഡിൻ ബി ഹെൽപ്പ് ഹിം. നമ്മൾ അവനെ സഹായിക്കണ്ടേ? 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 ഞങ്ങൾ 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 അവനെ സഹായിക്കണ്ടേ? നീ ഞങ്ങളെ സഹായിക്കണ്ടേ? ഞങ്ങൾ എന്ന വാക്ക് എന്താണ്? അസ്, യു എസ്, അസ്, ഞങ്ങളെ. വി ഞങ്ങൾ, ഞങ്ങളെ അസ്. ഓക്കെ, യു എസ്, അസ് എന്നാണ് ഉച്ചരിക്കുന്നത്, നമുക്കറിയാം. നീ ഞങ്ങളെ സഹായിക്കണം. യു ഷുഡ് ഹെൽപ്പ് അസ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണോ? ഷുഡ് യു ഹെൽപ്പ് അസ്. നീ ഞങ്ങളെ സഹായിക്കരുത്. യു ഷുഡ് നോട്ട് ഹെൽപ്പ് അസ്. പിന്നെ ഇന്ന് കണ്ടത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. നീ ഞങ്ങളെ സഹായിക്കണ്ടേ? നീ ഞങ്ങളെ സഹായിക്കണ്ടേ? ഷുഡിൻ യു ഹെൽപ്പ് അസ്. ഷുഡിൻ യു ഹെൽപ്പ് അസ്. ഷുഡിൻ യു ഹെൽപ്പ് അസ്. ഷുഡിൻ യു ഹെൽപ്പ് അസ്. ഓക്കെ, നീ ഞങ്ങളെ സഹായിക്കണ്ടേ? ഷുഡിൻ യു ഹെൽപ്പ് അസ്. നീ ഞങ്ങളെ സഹായിക്കണ്ടേ? 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 നിങ്ങൾ ഞങ്ങളെ സഹായിക്കണ്ടേ? താങ്കൾ ഞങ്ങളെ സഹായിക്കണ്ടേ? അങ്ങ് ഞങ്ങളെ സഹായിക്കണ്ടേ? ഓക്കെ, ഇനി അടുത്തത് അവൻ നിന്നെ സഹായിക്കണ്ടേ? അവൻ നിന്നെ നിന്നെ എന്നുള്ളതിന് വാക്കും എന്താണ്? യു തന്നെയാണ് ഇംഗ്ലീഷുകാർ. എന്താണ് എന്തുകൊണ്ട് അവരങ്ങനെ ഉപയോഗിക്കുന്നത്? അവരുടെ ഭാഷ അവരിഷ്ടം പോലെ അവരിഷ്ടമുള്ളത് പോലെ ഉപയോഗിക്കും. നമ്മളത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ യു, നീ എന്നുണ്ട്, നിന്നെ എന്നുണ്ട്, അല്ലേ? അപ്പൊ അവൻ നിന്നെ സഹായിക്കണം. ഹി ഷുഡ് ഹെൽപ്പ് യു. അവൻ നിന്നെ സഹായിക്കണം. ഷുഡ് ഹി ഹെൽപ്പ് യു. അവൻ നിന്നെ സഹായിക്കരുത്. ഹി ഷുഡ് നോട്ട് ഹെൽപ്പ് യു. അവൻ നിന്നെ സഹായിക്കണ്ടേ? അവൻ നിന്നെ, അല്ലെ? മലയാളത്തിന്റെ ഓർഡർ വ്യത്യാസമുണ്ട്, ക്രമം. അവൻ നിന്നെ, ഇംഗ്ലീഷുകാർ ആ നിന്നെ, യു എന്നുള്ളത് അവസാനം പറയുള്ളൂ. അതാണ് ഇംഗ്ലീഷിന്റെ പ്രത്യേകത. നമ്മുടെ പ്രത്യേകത നമുക്കുണ്ട്. അവൻ നിന്നെ സഹായിക്കണ്ടേ? ഷുഡിൻ ഹി ഹെൽപ്പ് യു. ഷുഡിൻ ഹി ഹെൽപ്പ് യു. ഷുഡിൻ ഹി ഹെൽപ്പ് യു. ഷുഡിൻ ഹി ഹെൽപ്പ് യു. ഓക്കെ, അവൻ നിന്നെ സഹായിക്കണ്ടേ? 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 അയാൾ നിന്നെ സഹായിക്കണ്ടേ? അയാൾ നിന്നെ സഹായിക്കണ്ടേ? അദ്ദേഹം നിന്നെ സഹായിക്കണ്ടേ? അദ്ദേഹം നിന്നെ സഹായിക്കണ്ടേ? എല്ലാത്തിനും ഹി തന്നെയാ, അല്ലേ? നീ അവൾ എന്നെ സഹായിക്കണ്ടേ? അവൾ എന്നെ സഹായിക്കണം. ഷീ ഷുഡ് ഹെൽപ്പ് മീ. എന്നെ, മീ, ME, അല്ലേ? അവൾ എന്നെ സഹായിക്കണം. അവൾ എന്നെ ഷുഡ് ഷീ ഹെൽപ്പ് മീ. അവൾ എന്നെ സഹായിക്കരുത്. ഷീ ഷുഡ് നോട്ട് ഹെൽപ്പ് മീ. അവൾ എന്നെ സഹായിക്കണ്ടേ? ഷുഡിൻ ഷീ ഹെൽപ്പ് മീ. ഷുഡിൻ ഷീ ഹെൽപ്പ് മീ. ഷുഡിൻ ഷീ ഹെൽപ്പ് മീ. അവൾ എന്നെ സഹായിക്കണ്ടേ? അവൾ എന്നെ സഹായിക്കണ്ടേ? ഷുഡിൻ ഷീ ഹെൽപ്പ് മീ. ഷുഡിൻ ഷീ ഹെൽപ്പ് മീ. ഓക്കെ, അവൾ എന്നെ സഹായിക്കണ്ടേ? 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 Then last one, അവർ അവളെ സഹായിക്കണം. അവളെ എന്നുള്ളതിന് വാക്ക് എന്താണ്? ഹെർ, HER, ഹെർ. അവൾ, സോറി, അവർ അവളെ സഹായിക്കണം. They should help her. Should they help her? They should not help her. Then last one, shouldn't they help her? Shouldn't they help her? അവർ അവളെ സഹായിക്കണ്ടേ? അവർ അവളെ സഹായിക്കണ്ടേ? അവർ അവളെ സഹായിക്കണ്ടേ? ഓക്കെ, shouldn't they help her? Shouldn't they help her? അവർ അവളെ സഹായിക്കണ്ടേ? Shouldn't they help her?
അവർ അവളെ സഹായിക്കണ്ടേ, 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 അവർ അവളെ സഹായിക്കണ്ടേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സും പ്രാക്ടീസും കഴിഞ്ഞു. അപ്പോ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പിന്നെ തെറ്റ് പറ്റില്ല. നമ്മൾ ആ പ്രാക്ടീസ് സെഷൻ തുടങ്ങിയെടുത്തൊന്ന് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ 10 വെർബ് പഠിച്ചതിന്റെ തുല്യമായിരിക്കും. ഇനി ഒന്നുകൂടി ചെയ്താൽ 15 വെർബ്സ് ആകും കേട്ടോ. ഈ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു വളരെ ഈസി ഇംഗ്ലീഷ് പഠിക്കാൻ. പക്ഷെ നമ്മൾ ഇങ്ങനെ കേട്ട് പഠിക്കണം. ഹോംവർക്ക് തരുന്നുണ്ട്, ചെയ്യാൻ നോക്കുക. ഡിക്ഷണറി വാങ്ങിച്ചില്ലെങ്കിൽ നോക്കി വാങ്ങിക്കുക. ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷും ഇംഗ്ലീഷ് മലയാളം, ഇനി അത് രണ്ടും കൂടി ഞാൻ അന്വേഷിച്ചില്ല. അതുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായി. മലയാളം ഇംഗ്ലീഷും ഇംഗ്ലീഷ് മലയാളവും കൂടി ഒരുമിച്ചുള്ള ഡിക്ഷണറി. പക്ഷെ ഉച്ചാരണമുള്ള ഡിക്ഷണറിയെ വാങ്ങിക്കാവൂ, അത് നിർബന്ധമാണ്. മലയാളത്തിൽ ഉച്ചാരണം, ഇംഗ്ലീഷിൽ ഉച്ചാരണം കൊടുത്തിട്ടുണ്ടാവും, ഫൊണറ്റിക്സ് എന്ന് പറയുന്നത്. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. മലയാളത്തിൽ ഉച്ചാരണം കൊടുത്തുള്ള ഡിക്ഷണറി വാങ്ങിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.